ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ടൂസ് അക്കാഡമി. ഇത്തവണയും ഒരു എക്സാം സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ് ടൂസ് അക്കാഡമി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. വരാൻ പോകുന്ന സെറ്റ് കൊമേഴ്സ് എക്സാംസിന്റെ ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതിന്റെ ചില ട്രിക്സും ടിപ്സുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വിജയത്തിലേക്ക് കുറുക്ക് വഴികൾ ഇല്ലെങ്കിൽ പോലും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ട്രിക്കും ടിപ്സും ഉപയോഗിച്ച് അറിഞ്ഞിരിക്കുകയും പഠിച്ചു വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കോർ കൂട്ടാൻ സാധിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അവിടെ പ്രയോഗിക്കേണ്ട ട്രിക്ക് അല്ലെങ്കിൽ ടിപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എല്ലാ തവണയും റിപ്പീറ്റ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ എല്ലാവരും പറയാറുണ്ട്, എത്ര ബൈഹേർട്ട് ചെയ്ത് പഠിച്ചാലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അങ്ങോട്ട് ഫുള്ള് കവർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റും അതേപോലെ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഏരിയ ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. മുൻ വർഷത്തെ എക്സാംസ് ഒക്കെ പരിശോധിച്ചാൽ 4 ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിന്നും വന്നിട്ടുണ്ട്. അതായത് 4 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒന്നിലധികം മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഏറ്റവും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളാണ് 2, 3, 6 ആൻഡ് 10 എന്ന് പറയുന്നത്. ഓക്കെ, ഇവ എങ്ങനെ ഈസി ആയിട്ട് പഠിച്ചു വെക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ തന്നെ 6 and 10 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6ഉം 10ഉം പഠിക്കാനൊരു വഴി എന്ന് പറയുന്നത് ഡിപ്രീസിയേഷനും ഫിക്സ്ഡ് അസറ്റും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 പ്രകാരം ഫിക്സ്ഡ് അസറ്റിനെ കുറിച്ചിട്ടും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 പ്രകാരം ഡിപ്രീസിയേഷനെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 ഫിക്സ്ഡ് അസറ്റ് ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് ആണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത് ഫിക്സ്ഡ് അസറ്റുകൾക്കാണ്. ഓക്കെ, അപ്പോൾ ഫിക്സ്ഡ് അസറ്റിന് ഉണ്ടാകുന്ന വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 and 10 എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 പ്രകാരം ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് കീപ്പ് ചെയ്യുന്നു. ഏത് അസറ്റിന് വേണ്ടിയിട്ടാണ്? ഫിക്സ്ഡ് അസറ്റുകൾക്ക് വേണ്ടിയിട്ട്. ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10-നകത്താണ് ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയൊന്ന് പഠിച്ചു വെക്കുക. അടുത്തത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2ഉം 3ഉം ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 and 3 എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 പ്രകാരം വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററീസിനെ കുറിച്ചിട്ടും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 പ്രകാരം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. അപ്പോൾ ഇൻവെന്ററീസും അതേപോലെ തന്നെ ക്യാഷും ഇവ രണ്ടുമാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടും ഓർത്തിരിക്കേണ്ടത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ഇൻവെന്ററീസ് ആണെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 ക്യാഷ് ഫ്ലോയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ക്യാഷ് ആൻഡ് ഇൻവെന്ററീസ് ഇവ രണ്ടും എന്താണ്? നമ്മുടെ അസറ്റുകളാണ്, അതായത് കറണ്ട് അസറ്റുകളാണ് അല്ലെ. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2-നകത്ത് ഇൻവെന്ററീസ് ആണ്. ഇൻവെന്ററീസിനേക്കാളും ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് ആണ് ക്യാഷ്. ദെൻ അടുത്തത്, അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 ആയിട്ട് വരുന്നത് ക്യാഷ് ആണ്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 എന്ന് പറയുന്നത് ഇൻവെന്ററീസും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റുമാണ്. ഇനി വേറൊരു രീതി പറയുകയാണെങ്കിൽ IC എന്ന് പറഞ്ഞെങ്കിൽ ഒരു കോഡ് പോലൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. I എന്ന് പറയുന്നത് ഇൻവെന്ററീസും C എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 and 3 എന്ന് പറയുന്നത് 2 ഇൻവെന്ററീസ് 3 ക്യാഷ് ഫ്ലോ. ഓർത്തിരിക്കാനുള്ള വഴി, രണ്ടും കറണ്ട് അസറ്റ് ആണ്. ഇൻവെന്ററീസ് ആണ് ക്യാഷിനേക്കാളും കുറച്ചുകൂടി ലിക്വിഡിറ്റി കുറഞ്ഞത്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് അങ്ങോട്ട് സെയിലബിൾ ആവാത്തത് ഇൻവെന്ററീസ് ആണ്. അതിനുശേഷം ക്യാഷ് ഈസിലി സെയിലബിൾ അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6ഉം 10ഉം പഠിച്ചു വെക്കാൻ ഈസി ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് 6 ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് ആണ്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഫിക്സഡ് അസറ്റുകൾക്കാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 പ്രകാരമാണ് ഫിക്സഡ് അസറ്റിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോ ഇങ്ങനെ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 എന്ന് പറയുന്നത് വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററീസ് ആണ്. അപ്പോൾ അതായത് ആദ്യത്തെ ഓപ്ഷൻ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററീസ് ആൻഡ് B അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് ആണ്. ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റുമാണ്. അപ്പോൾ ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ സെയിം ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും 1-2 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ അറിഞ്ഞാൽ തന്നെ ചില ക്വസ്റ്റ്യൻസിനകത്ത് ചില സമയത്ത് ഒരു ലക്ക് എന്നൊക്കെ പറയുന്നത് പോലെ നമുക്കറിയാവുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ ഓപ്ഷൻസ് കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എൻ്റെ ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 and 3 നിങ്ങൾക്ക് അറിയില്ല. 2 ഇൻവെന്ററീസ് ആണ്, 3 എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് 9 and 19 ആണ് പിന്നെ തന്നിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഓർത്തിരിക്കുക, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 19 എന്ന് പറയുന്നത് ലീസ് ആണ് കേട്ടോ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 19 എന്ന് പറയുന്നത് ലീസ് ആണ്. അതേപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9 എന്ന് പറയുന്നത് റവന്യൂ റെക്കഗ്നിഷൻ ആണ് കേട്ടോ. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 19 എന്ന് പറയുമ്പോൾ 19 ലീസ്, 9 റവന്യൂ റെക്കഗ്നിഷൻ എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് IFRS 11 and 12, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 111, 112, JD എന്ന് ഓർത്തിരിക്കുക. ജെ എന്ന് പറയുന്നത് ജോയിന്റ് അറേഞ്ച്മെന്റ്സും ഡി എന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അതർ എൻറ്റിറ്റീസ്. ഒന്നുകിൽ അറേഞ്ച്മെന്റ് എൻറ്റിറ്റീസ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ജോയിന്റ് അറേഞ്ച്മെന്റ്സ് ഡിസ്ക്ലോഷർ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അതർ എൻറ്റിറ്റീസ് എന്നുള്ള രീതിയിലോ ഓർത്തിരിക്കുക. സിമ്പിൾ ആയിട്ട് പറയുന്നത് ജെ എന്ന് പറയുമ്പോൾ ജോയിന്റ് അറേഞ്ച്മെന്റ്സും ഡി എന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അതർ എൻറ്റിറ്റീസും വരും. അടുത്ത IFRS 13 എന്ന് പറയുന്നത്, അതായത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 113 എന്ന് പറയുന്നത് ഫെയർ വാല്യൂ മെഷർമെന്റ് ആണ്. അപ്പൊ IFRS 13 എന്ന് പറയുമ്പോൾ എഫ് എന്നുള്ള ലെറ്റർ ഓർത്തിരിക്കുക, ഫെയർ വാല്യൂ മെഷർമെന്റ്. അപ്പൊ നോക്കിക്കേ, IFRS 13 എന്ന് പറയുന്നത് ഫെയർ വാല്യൂ മെഷർമെന്റ് ആണ്. ഇനി IFRS 14 എന്ന് പറയുന്നത്, അതേപോലെ തന്നെ IFRS 15 എന്ന് പറയുന്നത് ഓർത്തിരിക്കാൻ ഒരു വഴി എന്ന് പറയുന്നത് രണ്ടിന്റെയും സ്റ്റാർട്ടിങ് R ആണ്. റവന്യൂ ആൻഡ് റെഗുലേറ്ററി. അപ്പൊ നോക്കിക്കേ, റവന്യൂ ആൻഡ് റെഗുലേറ്ററി ആണ് IFRS 14, IFRS 15 ഉം 14. അപ്പൊ IFRS 14 എന്ന് പറയുന്നത് റെഗുലേറ്ററിയും IFRS 15 എന്ന് പറയുന്നത് എന്താണ്, റവന്യൂമാണ്. അപ്പൊ നോക്കിക്കേ, റെഗുലേറ്ററി ഡെഫറൽ അക്കൗണ്ട്, റവന്യൂ ഫ്രം കോൺട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സ്. ഇനി ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 116, അതേപോലെ തന്നെ IFRS 16 പ്രകാരമാണ് ലീസിനെ കുറിച്ച് പഠിക്കുന്നത്, ലീസസ്. അപ്പൊ നോക്കിക്കേ, 16 ലീസസ്. വേണമെങ്കിൽ L എന്നൊരു ലെറ്റർ അവിടെ കൊടുക്കുക. 16 L, that means leases. ഓക്കെ, അടുത്തത് നമ്മള് IFRS 17 ആണ്. IFRS 17 പ്രകാരം പറയുന്നത് ഇൻഷുറൻസ് കോൺട്രാക്ട് ആണ്. അപ്പോൾ IFRS 17 ടോട്ടൽ IFRS അവസാനിക്കുകയാണ്, ഇൻഷുറൻസ് കോൺട്രാക്ട്. അപ്പൊ ഇത്രയും ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അതേപോലെ തന്നെ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും പഠിക്കാം. അപ്പൊ ആദ്യമേ തന്നെ ഈ ആദ്യത്തെ ലെറ്റേഴ്സ് ഓർത്തിരിക്കുക. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1, 2, 7, അതേപോലെ തന്നെ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1, 2, 7. ഈ 3 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും പഠിക്കേണ്ടത് ഈ രീതിയിലാണ്. സോറി, 3 അല്ല, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8 ആൻഡ് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8. ഈ 4 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും പഠിക്കേണ്ട ഒരു ടിപ്പ് എന്ന് പറയുന്നത് പിസ എന്ന് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ പിസ എന്ന് ഓർത്തിരിക്കുക. പി, presentation of financial statement, inventories, statement of cash flow, accounting policies, change in accounting estimated and errors എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. അപ്പൊ നോക്കിക്കേ, IAS 1, 2, 7, 8 പിസ. P, presentation of financial statement. IAS 2 റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ് ഇൻവെന്ററീസ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 ഇൻവെന്ററീസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 7 സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ. വെറും നമ്മുടെ സാധാ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനകത്ത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3 പ്രകാരമാണ് ക്യാഷ് ഫ്ലോയെ കുറിച്ച് പഠിക്കുന്നത്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 7 പ്രകാരം എന്തിനെ കുറിച്ചിട്ടാണ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദെൻ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8 ആൻഡ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8 പ്രകാരം അക്കൗണ്ടിംഗ് പോളിസീസ്, ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ് ആൻഡ് എറേഴ്സ് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. ഇനി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10 മുതലുള്ളത് പഠിച്ചു തുടങ്ങാം. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10 എന്ന് കേൾക്കുമ്പോൾ ഇവന്റ്സ് ഓർത്തിരിക്കുക. ഇവന്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ്, അതായത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 10 എന്ന് പറയുന്നത് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് എന്നുള്ളൊരു കാര്യം ഇപ്പോഴേ മൈൻഡിൽ ഫീൽ ചെയ്യുക. ഇനിയുള്ളത് പഠിച്ചു പോവാൻ വളരെ ഈസിയാണ്. 12 ടാക്സ്. IAS 12, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 12 എന്ന് പറയുന്നത് ടാക്സ്. 12 ടാക്സ്, ദാറ്റ് മീൻസ് IAS 12 പ്രകാരം ഇൻകം ടാക്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ നോക്കിയേ, 12 ഇൻകം ടാക്സ്. അപ്പം ഇൻകം ടാക്സ് നമ്മൾ പേ ചെയ്യുന്നത് ആനുവലി അല്ലേ, അപ്പം ഇൻകം ടാക്സ് കൊടുക്കുന്നത് 12 months, അതാണ് ആനുവൽ എന്നുള്ള രീതിയിൽ ഓർത്തിരുന്നാലും മതി. ഇപ്പൊ 12 ടാക്സ്. അടുത്ത IAS 16 പ്രകാരമാണ് പ്ലാൻ, പ്രോപ്പർട്ടി, എക്യുപ്മെന്റ്സ്. IAS 16 പ്ലാൻ, പ്രോപ്പർട്ടി, എക്യുപ്മെന്റ്സ്, PPE. അപ്പൊ 16 എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക PPE, പ്ലാൻ, പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്സ് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. ഇനി IAS 19 ഉം 20 പഠിക്കാം. അപ്പൊ IAS 19 എന്ന് പറയുന്നത്
ബെനിഫിറ്റ് ആണ്, അതും എംപ്ലോയി ബെനിഫിറ്റ് ആണ്. ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലും ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന ഒന്നാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി, ഡിവിഡൻഡ് പോളിസി, ഇതിൻ്റെയൊക്കെ അസംഷൻസ്. ഓക്കെ, അപ്പോൾ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വോൾട്ടർ മോഡൽ ഓഫ് ഡിവിഡൻഡ് പോളിസിയിലെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് ട്രൂ ആൻഡ് ഫാൾസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് മിക്കവർക്കും സ്കോർ പോകും. കാരണം ഒരു അസംഷൻ അറിഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ ആ ഒരു എൻ്റെ സ്കോർ അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും കൺഫ്യൂസിങ് ആണ് ഇതെങ്ങനെയാണ് പഠിച്ചു വെക്കേണ്ടത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്തെന്ന് പറയുമ്പോൾ ഈ 4 ഓപ്ഷനും, അതായത് വോൾട്ടർ ഡിവിഡൻഡ് മോഡൽ പോളിസി പ്രകാരം പറയുന്നത് ഫേമിന് വെരി ലോങ് ലൈഫ് ഉണ്ട്, ദാറ്റ് മീൻസ് പെർപ്പച്വൽ ലൈഫ് ആണ്. Earning and dividend do not change while determining the value, and internal rate of return and cost of capital എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. Investment of the firm are financing through retained earnings only. ഇത് 4ഉം കറക്റ്റ് ആണ്. സോ ഇനി നമുക്ക് ഓരോ അസംഷൻസും ഈ വോൾട്ടേഴ്സ് മോഡലിനെ ബാക്കി കണക്ട് ചെയ്ത് വരുന്ന ഡിവിഡൻഡ് പോളിസി മോഡൽസിന്റെയും അസംഷൻസ് എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഡിവിഡൻഡ് പോളിസികൾ എന്ന് പറയുമ്പോൾ വോൾട്ടേഴ്സ് മോഡൽ വരുന്നുണ്ട്, ഗോർഡൻ മോഡൽ വരുന്നുണ്ട്, മോദിഗിലാനി ആൻഡ് മില്ലർ മോഡൽ വരുന്നുണ്ട്. അപ്പോൾ ഇവയ്ക്ക് ഓരോന്നിനും ഓരോ അസംഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വോൾട്ടേഴ്സ് മോഡലിന്റെ അസംഷൻസ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിവിഡൻഡ് പോളിസി മോഡലിനകത്ത് ഉൾപ്പെടാത്തത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാത്തത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് മീൻസ് നോ ടാക്സ്, ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉൾപ്പെടുന്നില്ല. ഇത് രണ്ടും ആദ്യമേ ഓർത്തിരിക്കുക. അപ്പം ടാക്സ് ഇല്ല, ഫ്ലോട്ടേഷൻ കോസ്റ്റോ ട്രാൻസാക്ഷൻ കോസ്റ്റോ ഒന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. ഇത് രണ്ടും ആദ്യമേ ഓർത്തിരിക്കുക. ടാക്സ് ഇല്ല, ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇല്ല, ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല എന്നുള്ളതാണ് വോൾട്ടേഴ്സ് മോഡലിൽ പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ പറയുന്ന മറ്റൊന്നാണ് പെർപെച്വൽ ലൈഫ് ആൻഡ് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇപ്പോൾ ഈ അടുപ്പിച്ച് പി വരുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. പെർപെച്വൽ ആൻഡ് പെർഫെക്റ്റ്, ഈ 2 വാക്കുകൾ ഓർത്തിരിക്കുക. അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ്, കാരണം എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ഇൻഫോർമേഷൻസും ഫ്രീലി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഒക്കെ വളരെ റാഷണൽ ആയിട്ട് നടത്താൻ എന്നുള്ള രീതിയിലാണ്. ഇൻവെസ്റ്റേഴ്സ് എല്ലാം വളരെ റാഷണൽ ആണ് എന്നുള്ളതാണ് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റിൽ പറയുന്നത്. പെർപെച്വൽ ലൈഫ് എന്ന് പറയുന്നത് സ്ഥിരതയുള്ള ഒരു കാലയളവ്, അതായത് ബിസിനസ് ഒരു ലോങ് പീരീഡിലേക്കാണ് റൺ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ആൻഡ് പെർപെച്വൽ ലൈഫും പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റുമാണ്. പിന്നെ വരുന്നൊരു കാര്യമാണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ, അതായത് റിട്ടേണും കോസ്റ്റും, അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് റേറ്റ് ഓഫ് റിട്ടേൺ, ഇവ രണ്ടും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഫേമിന്റെ എല്ലാ പ്രൊപ്പോസൽസിന്റെ ഫിനാൻസ് എന്ന് പറയുന്നത് റീടേൺഡ് ഏർണിങ്സ് ആണ്, അതായത് വിത്തിൻ ദ ഓർഗനൈസേഷനിൽ തന്നെ ഉള്ള, അതായത് പ്രോഫിറ്റ് റീഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള റീടേൺഡ് ഏർണിങ്സ് ആണ് എല്ലാ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽസിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കാനുള്ള വഴി എന്ന് പറയുന്നത് ആദ്യം ഈ ഒരു അസംഷൻസിനകത്ത് പറയുന്നത് ഡിവിഡൻഡ് പോളിസിയിൽ ഉൾപ്പെടാത്തത് ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല, ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇല്ല, ടാക്സ് ഇല്ല എന്നുള്ളതാണ്. ആൻഡ് പിന്നെ ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങൾ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് പെർപെച്വൽ ലൈഫ് ആണ്. ദെൻ കോൺസ്റ്റന്റ് ആയിട്ടുള്ളവയാണ് റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ദെൻ റീടേൺഡ് ഏർണിങ്സ് ആണ് ഓൺലി ഫിനാൻസിങ്, അതായത് ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽസിന് വിനിയോഗിക്കുന്നത് റീടേൺഡ് ഏർണിങ്സ് മാത്രമാണ് എന്നുള്ളതുമാണ് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കാം. ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല, ടാക്സ് ഇല്ല, മറ്റൊരു തരത്തിലുള്ള കോസ്റ്റുകളും വരുന്നില്ല. പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്, പെർപെച്വൽ ലൈഫ് ഉണ്ട്, അതേപോലെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ടുള്ളവ റിട്ടേണും കോസ്റ്റും, അതായത് റേറ്റ് ഓഫ് റിട്ടേണും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കോൺസ്റ്റന്റ് ആണ്. റിട്ടേൺ ഏർണിങ്സ് ഓൺലി ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഗോർഡൻ മോഡലിലേക്കും പോകാം. അപ്പോൾ ഗോർഡൻ മോഡൽ പഠിക്കുമ്പോഴും ആദ്യമേ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച വോൾട്ടേഴ്സ് മോഡലിനകത്ത് വരുന്ന ചില അസംഷൻസ് സിമിലർ ആയിട്ട് ഗോർഡൻ മോഡലിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഗോർഡൻ മോഡൽ എന്ന് പറയുന്നത് റിലവന്റ് മോഡലിനകത്ത് ഉൾപ്പെടുന്നതാണ്. അതായത് ഒരു ഫേമിനെ അല്ലെങ്കിൽ ഒരു കമ്പനിയെ ഡിവിഡൻഡ് പോളിസി അഫക്റ്റ് ചെയ്യുന്നു, അതായത് ഫേമിന്റെ വാല്യൂവിനെ ഡിവിഡൻഡ് പോളിസി അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഫേമിന്റെ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഈ മാർക്കറ്റ് വാല്യൂവിനെ ഡിവിഡൻഡ് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഗോർഡൻ മോഡലിനകത്ത് പറയുന്നത്. അപ്പോൾ ഗോർഡൻ മോഡലിനകത്ത് പറയുന്ന അസംഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ തൊട്ട് മുമ്പേ നമ്മൾ പഠിച്ചതിനകത്ത് പോലെ തന്നെ ഇവിടെയും വരുന്ന ഒരു കാര്യമാണ് റിട്ടേൺഡ് ഏർണിങ്സ് മാത്രമാണ് എല്ലാ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽസിനും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽസിന്റെയും ഫിനാൻസ് എന്ന് പറയുന്നത് റിട്ടേൺഡ് ഏർണിങ്സ് മാത്രമാണ്. ദെൻ റേറ്റ് ഓഫ് റിട്ടേൺ കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി
കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുന്നുണ്ട്. ഈ 3 പോയിന്റുകളും ഓർത്തിരിക്കുക. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച വോൾട്ടേഴ്സ് മോഡലിനകത്തെ പോലെ തന്നെ റീറ്റേൺ ഏർണിങ്സ് മാത്രമാണ് ഫിനാൻസിങ് മെത്തേഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേണും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും അഥവാ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തുല്യമാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേമിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ഗോർഡൻ മോഡലിലെ അസംഷൻസിനകത്ത് പറയുന്നത് ഫേം എല്ലാം തന്നെ ഇക്വിറ്റി ക്യാപിറ്റൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്, ഡെപ്റ്റ് ഫണ്ട് ഉപയോഗിക്കുന്നില്ല. സോ അതുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന മറ്റൊരു പ്രത്യേകതയാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതായത് എല്ലാ വർഷവും ഇത്രത്തോളം തുക ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു നിശ്ചിത റേഷ്യോയിലുള്ള തുക ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റന്റ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്നുള്ളതും വരുന്നുണ്ട്. ദെൻ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നതും കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്നത് ഇതിൽ റിട്ടേൺ ഏർണിങ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഗ്രോത്ത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്, ഡിവിഡൻഡ് പേ ഔട്ട് ഫോളോ ചെയ്യുന്നതും കോൺസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിലാണ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കോൺസ്റ്റന്റ് ആണ്, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണും കോൺസ്റ്റന്റ് ആണ്, ഡെപ്റ്റ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതുമാണ് ഇവിടുത്തെ പ്രത്യേകത. ഓക്കെ, അടുത്തതാണ് ബേർഡ് ഇൻ ഹാൻഡ് തിയറി എന്ന് പറയുന്നത്. ബേർഡ് ഇൻ ഹാൻഡ് തിയറി അഥവാ ഗോർഡന്റെ റിവൈസ്ഡ് ഡിവിഡൻഡ് മോഡലാണ് ബേർഡ് ഇൻ ഹാൻഡ് തിയറി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ മിറൻ ഗോർഡൻ ആണ് ഈ റിവൈസ്ഡ് ഡിവിഡൻഡ് മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടുള്ള 2 പ്രധാന കാര്യങ്ങളാണ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിസ്ക് എന്താണെന്ന് നമുക്കറിയാം, ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടമാണ്. എന്നാൽ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്, ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്, അല്ലെ? സോ ഈ 2 കാര്യങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, റിവൈസ്ഡ് മോഡൽ അല്ലെങ്കിൽ ബേർഡ് ഇൻ ഹാൻഡ് തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും വരുന്നൊരു കാര്യമാണ് ബേർഡ് ഇൻ ഹാൻഡ് തിയറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബേർഡ് ഇൻ ഹാൻഡ്, ഈ ബേർഡ് എന്നുള്ളൊരു വാക്ക് കാണുമ്പോഴേ നിങ്ങൾ ഗോർഡനെ ഓർക്കുക. ബേർഡ് ഗോർഡൻ ബേർഡ് എന്നിങ്ങനെ ഇന്റർ കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള 2 ആർഗ്യുമെന്റ് ആണ് ഇൻവെസ്റ്റേഴ്സ് റിസ്ക് അവേഴ്സ്, അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് പുട്ട് പ്രീമിയം ഓൺ സർട്ടൻ റിട്ടേൺ ആൻഡ് ഡിസ്കൗണ്ട് ഓൺ അൺസർട്ടൻ റിട്ടേൺ. അതായത് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും റിസ്കിനെ കുറിച്ചിട്ട് ഭയപ്പെടുന്നു അല്ലെങ്കിൽ റിസ്ക് ഒഴിവാക്കാൻ താല്പര്യപ്പെടുന്നു. സോ അതുകൊണ്ട് തന്നെ അവർ ഫ്യൂച്ചറിൽ ലഭിക്കാൻ പോകുന്ന അൺസർട്ടൈൻ ആയിട്ടുള്ള റിട്ടേണേക്കാൾ ഉപരി പ്രസന്റിൽ അവർക്ക് ലഭിക്കുന്ന, അതായത് ഇത്രത്തോളം തുക എല്ലാ ഡിവിഡൻഡ് ആയിട്ട് ലഭിക്കും എന്നുള്ളതിനെയാണ് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും പ്രിഫർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് സർട്ടൻ റിട്ടേൺ ആണ് കൂടുതലായിട്ടും പ്രാധാന്യം കൊടുക്കുന്നത് ആൻഡ് ഡിസ്കൗണ്ട് ഓൺ അൺസർട്ടൈൻ റിട്ടേൺ എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് മോദിഗിലാനി മില്ലറിന്റെ അസംഷൻസ് ആണ്, അഥവാ ഹൈപ്പോത്തിസിസ് ആണ്. ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഒരു ഇർറിലവന്റ് ഡിവിഡൻഡ് പോളിസിയാണ്. കാരണം ഇവിടെ ഫേമിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ ഷെയറിന് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നില്ല, ഡിവിഡൻഡ് പോളിസി അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മോദിഗിലാനി മില്ലർ പറഞ്ഞിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അസംഷൻസ് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ചതുപോലെ തന്നെ ടാക്സ് ഇവിടെയും വരുന്നില്ല ആൻഡ് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. ഓക്കെ, ആൻഡ് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് പോളിസി എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി മാത്രമാണ് ഉപയോഗിക്കുന്നത്. സോ ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി, അതേപോലെ തന്നെ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്, ടാക്സ് ഇല്ല. അപ്പം ഇല്ലാത്തത് എന്തെന്നുള്ളത് ആദ്യം പഠിക്കുക. വോൾട്ടേഴ്സ് മോഡലിലെ പോലെ തന്നെ ടാക്സ് ഇല്ല ആൻഡ് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ് ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി. ഇന്ന് നമ്മൾ ഓൾറെഡി വോൾട്ടേഴ്സ് മോഡലിൽ പഠിച്ചതുപോലെ തന്നെ ഫ്ലോട്ടേഷൻ കോസ്റ്റോ ട്രാൻസാക്ഷൻ കോസ്റ്റോ ഒന്നും തന്നെ വരുന്നില്ല. ആൻഡ് പിന്നൊരു കാര്യം എന്ന് പറയുന്നത് റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചറിലെ അവരുടെ ഷെയറിന്റെയും അതേപോലെ തന്നെ ഡിവിഡൻഡും ഒക്കെ തന്നെ മുൻകൂട്ടി അവർക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഇവിടെ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കാനും ഈസിയാണ്. ഫ്ലോട്ടേഷൻ കോസ്റ്റോ ട്രാൻസാക്ഷൻ കോസ്റ്റോ ടാക്സോ ഇല്ല, പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്, ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസിയാണ് ഫോളോ ചെയ്യുന്നത് ആൻഡ് ദെൻ റിസ്ക് അൺസർട്ടനിറ്റി ഒന്നും തന്നെ ഇവിടെ വരുന്നില്ല. ഓക്കെ, ഇത്രയുമാണ് ഹൈപ്പോത്തിസിസിനകത്തും ഉൾപ്പെടുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, പക്ഷെ മിക്ക ആൾക്കാരും അറ്റൻഡ് ചെയ്യാറില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, അതായത് ഗ്രോസ് പ്രോഫിറ്റ് സെയിലിന്റെ 20% കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 80,000 സെയിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഗ്രോസ് പ്രോഫിറ്റ് സെയിലിന്റെ 20% കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് 80,000 ആണ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്യും അല്ലെങ്കിൽ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജും തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കണ്ടിട്ടുണ്ട്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സെയിലാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഗ്രോസ് പ്രോഫിറ്റിന്റെ 20% സെയിൽ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു ഇവിടെ തന്നിട്ടുള്ള പെർസെൻറ്റേജ് 20 ആണ്, 20/80. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റിനകത്ത് ഗ്രോസ് പ്രോഫിറ്റിന്റെ 30% ആണ് സെയിൽ എന്നുണ്ടെങ്കിൽ 30/70, അതായത് എൻറ്റയർ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 100 ആണെന്നുണ്ടെങ്കിൽ അതിൽ 20% ആണ് സെയിൽ. ബാക്കി നമ്മൾ എന്തായിട്ട് എടുക്കും? അതിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കും. അപ്പോൾ 20% സെയിൽ എന്നുണ്ടെങ്കിൽ ബാക്കി 80% ആണ് ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ 80,000 ഇൻറ്റു 20/80 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് ലഭിക്കുന്നത് 20,000 ആണ് കേട്ടോ. അത് വളരെ ഈസി ആണ് കേട്ടോ. ഇപ്പൊ 20,000 ആണ് ആൻസർ ആയിട്ട് ലഭിക്കുന്നത്. അപ്പൊ സെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 20,000 എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു 20,000 എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? സെയിൽ ലഭിക്കുന്നത്. സെയിൽ എന്ന് പറയുന്നത് 1 lakh വരും. അപ്പോൾ ഓർത്തിരിക്കുക, ആദ്യമേ തന്നെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എൻറ്റയർ ഗ്രോസ് പ്രോഫിറ്റ് ഒരു 100% ആണെങ്കിൽ അതിൽ 20% സെയിൽ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 20% സെയിലെങ്കിൽ ബാക്കി 80 ആണ് ഗ്രോസ് പ്രോഫിറ്റ്. സോ ഇവിടെ തന്നിട്ടുള്ളത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് 80,000 ഇൻറ്റു 20/80. സപ്പോസ് ഗ്രോസ് പ്രോഫിറ്റ് 30% ആണെന്നുണ്ടെങ്കിൽ 80,000 ഇൻറ്റു 30/70 എന്ന് നമ്മൾ എടുക്കും. ഇനി ഗ്രോസ് പ്രോഫിറ്റ് 10% ആണെന്നുണ്ടെങ്കിൽ 80,000 ഇൻറ്റു 10/90 എന്ന് നമ്മളിവിടെ എടുക്കും. ഓക്കെ, അപ്പൊ ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി, നിങ്ങളുടെ എക്സാമിന് കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്, നമുക്ക് ഈസി ആയിട്ട് ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു ഈസി ടിപ്പ് ആൻഡ് ട്രിക്സ് പഠിച്ചു വെച്ചിരുന്നാൽ തന്നെ നമുക്ക് കണ്ണടച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ആലോചിച്ച് സമയം കളയാതെ തന്നെ അതിന്റെ ടിപ്പും ട്രിക്സും മനസ്സിലാക്കി വെച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 4 ഈ പറഞ്ഞ 3 യൂണിറ്റുകളിലെയും ഓരോ ട്രിക്കുകളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ യൂണിറ്റ് 1. യൂണിറ്റ് 1 എല്ലാ തവണയും നമുക്ക് കൃത്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് BCG ഗ്രോത്ത് ഷെയർ മെട്രിക്സ് എന്ന് പറയുന്നത്, അല്ലെ? BCG മെട്രിക്സ് എന്നറിയപ്പെടുന്നത്, ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് മെട്രിക്സ് എന്നറിയപ്പെടുന്നത്. ഓരോ തവണ ഓരോന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ചില ടൈമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല, അടുത്ത ടൈമിൽ മാറി മാറിയാണ് ചോദിക്കുന്നത്. പക്ഷെ ആ സെയിം കോൺസെപ്റ്റിൽ നിന്ന് തന്നെയാണ് പല തവണയായിട്ട് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആദ്യം നമ്മൾ ഈ ഒരു ചാർട്ടാണ് ഇതിനു വേണ്ടി പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ നോക്കേണ്ടത് മാർക്കറ്റ് ഷെയർ ആണ്. എക്സ് ആക്സിസിൽ നമ്മൾ നോക്കേണ്ട ഏതാണ്? മാർക്കറ്റ് ഷെയർ ആണ്. വൈ ആക്സിസിൽ നമ്മൾ നോക്കുന്നത് മാർക്കറ്റിന്റെ ഗ്രോത്ത് ആണ്. മാർക്കറ്റ് ഷെയറും മാർക്കറ്റ് ഗ്രോത്തും ആണ്. മാർക്കറ്റ് ഗ്രോത്ത് വൈ ആക്സിസിലും എക്സ് ആക്സിസിലും മാർക്കറ്റ് ഷെയർ ഒന്ന് നിങ്ങൾ ആദ്യം മനസ്സിൽ വിചാരിക്കുക. അതിനുശേഷം രണ്ടിടത്തും ലോവും ഹൈയും എഴുതുക. ലോ ഹൈ, ഹൈ ലോ. ഇങ്ങനെ നമ്മൾ ആദ്യം ഒരു ഗ്രാഫ് അവിടുത്തെ സൈഡിൽ വരച്ച് നോക്കുക. അപ്പം നമ്മുടെ എക്സ് ആക്സിസിലെ മാർക്കറ്റ് ഷെയർ, വൈ ആക്സിസിലെ മാർക്കറ്റ് ഗ്രോത്ത്. അങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ നോക്കുക, ഹൈ, ഇവിടെ ഹൈ ഉണ്ട്, ഇവിടെ ലോ ഉണ്ട്, ഇവിടെ ഹൈ ഉണ്ട്, ഇവിടെ ലോ ഉണ്ട്. അപ്പൊ ഹൈയും വരുന്നത് ഏതാണ്? ഹൈയും അതായത് മാർക്കറ്റ് ഗ്രോത്ത് ഹൈയും മാർക്കറ്റ് ഷെയർ ഹൈയും വരുന്നത് ഏതാണ് വരുന്നത്? സ്റ്റാർ, അല്ലെ? അതുപോലെ മാർക്കറ്റ് ഗ്രോത്ത് ഹൈയും മാർക്കറ്റ് ഷെയർ ലോയും വരുന്നത് ഏതാ? ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ആദ്യത്തെ ഇതിൽ വരുന്നത് സ്റ്റാറും ക്വസ്റ്റ്യൻ മാർക്കും ആണ്. എപ്പോഴും രണ്ടും ഹൈ വരുന്നത് സ്റ്റാർ ആണ്. അതിനുശേഷം ഒന്ന് ഹൈയും മറ്റേത് മാർക്കറ്റ് ഷെയർ ലോയും വരുന്നത് ക്വസ്റ്റ്യൻ മാർക്കാണ്. അതുപോലെ ലോയും ഓർത്തു വെക്കുക. ലോയും വരുന്നത് ഏതിനാ? ഡോഗിനാണ് വരുന്നത്. മാർക്കറ്റ് ഷെയർ ലോയും മാർക്കറ്റ് ഗ്രോത്ത് ലോയും വരുന്നത് ഡോഗിനാണ്. അപ്പൊ മാർക്കറ്റ് ഗ്രോത്ത് ലോയും ഷെയർ ഹൈയും വരുന്നത് ഏതിനാണ്? ക്യാഷ് കൗവിനാണ്.
ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക, ഹൈ ഹൈ വരുന്ന സ്റ്റാറിനാണ്, ലോ ലോ വരുന്നത് ഡോഗിനാണ്. എന്നിട്ട് ബാക്കി രണ്ടും നിങ്ങൾ നോക്കി വെച്ചിരുന്നാൽ മതി. അപ്പൊ കൗവിന് ലോ ആയിട്ടുള്ളത് ഏതാ? മാർക്കറ്റ് ഗ്രോത്ത് ആണ്. ക്വസ്റ്റ്യൻ മാർക്കിന് ലോ ആയിട്ട് വരുന്നത് ഏതാണ്? മാർക്കറ്റ് ഷെയർ ആണ്. അത് ഓരോന്ന് മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഹൈ ഹൈ വരുന്നത് അല്ലെ, നമ്മള് എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്ന ഒന്ന് ഓർക്കുക. അപ്പൊ ഹൈയും ഹൈയും അല്ലെ, രണ്ട് ഹൈ വരുന്നത് ഏതിനാണ്? നമുക്ക് സ്റ്റാറിനാണ്. രണ്ടും ലോ വരുന്ന ഏതിനാണ്? ഡോഗിനാണ്. ഇത് രണ്ടും നമുക്ക് അറിയാം. അപ്പൊ ഇനി മനസ്സിലാക്കേണ്ടത് നമുക്ക് ലോ വരുന്നത് ഓരോന്ന് അല്ലെങ്കിൽ ഹൈ വരുന്ന ഓരോന്നും പഠിച്ചു. അപ്പൊ മാർക്കറ്റ് ഗ്രോത്ത് ഹൈ വരുന്നത് ആർക്കാ? മാർക്കറ്റ് ഗ്രോത്ത് ഹൈ വരുന്നത് ആർക്കാ? സ്റ്റാറിനാണ്. അപ്പം മാർക്കറ്റ് ഗ്രോത്ത് ഹൈ വരുന്ന സ്റ്റാറിനാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്താ നോക്കി വെക്കേണ്ടത്? നമ്മുടെ കൗവിന്റെ കാര്യം പഠിക്കുമ്പോൾ എപ്പോഴും മാർക്കറ്റ് ഗ്രോത്ത് ആണ് അവിടെ. മാർക്കറ്റ് ഗ്രോത്ത് കുറവായിട്ടുള്ളത് ആർക്കാന്ന് നമ്മൾ നോക്കി വെക്കുക, കൗവിനാണ് അല്ലെ. അതിനുശേഷം മാർക്കറ്റ് ഷെയർ കുറവ് വരുന്നത് ആർക്കാണ്? ക്വസ്റ്റ്യൻ മാർക്കിനാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഓരോ കോഡ് വെച്ച് നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഹൈ ഹൈ സ്റ്റാറിനാണ്, ലോയും ഡോഗിനാണ്. എന്നിട്ട് നമ്മൾ ഗ്രോത്ത് ലോ വരുന്നത് ക്യാഷ് കൗവിനാണ്. ഗ്രോത്ത് ലോ വരുന്ന ക്യാഷ് കൗവിനാണെങ്കിൽ അതിന്റെ ഷെയർ ഹൈ ആയിരിക്കും. അതുപോലെ മാർക്കറ്റ് ഷെയർ ലോ വരുന്ന ക്വസ്റ്റ്യൻ മാർക്കിനാണെങ്കിൽ അതിന്റെ മാർക്കറ്റ് ഗ്രോത്ത് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇൻ BCG മെട്രിക്സ്, a product or business unit that has high market share in a high growth market. ഇപ്പൊ ഹൈ ആണ് ചോദിച്ചിരിക്കുന്നത്, അപ്പൊ അത് സ്റ്റാർ ആണ്. ലോ ആണെങ്കിൽ ഡോഗ് ആയിരിക്കും. ഹൈ എന്താണ് മാർക്കറ്റ് ഷെയറും അതുപോലെ തന്നെ നമ്മുടെ ലോ ഇതും വരുന്നത് അല്ലെ, ഹൈ മാർക്കറ്റ് ഷെയറും ലോ മാർക്കറ്റ് ഗ്രോത്തും വരുന്ന ആർക്കാണ്? ക്യാഷ് കൗവിനാണ്. അതുപോലെ ഹൈ മാർക്കറ്റ് ഷെയർ ആൻഡ് ലോ ഇത് വരുന്നത് ഏതിനാ? മാർക്കറ്റ് ഗ്രോത്ത് വരുന്ന അതിനാ? ക്വസ്റ്റ്യൻ മാർക്കിന്. അപ്പൊ ആ രീതിയിൽ നമ്മളൊന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ, ഈ ഒരു ഗ്രാഫ് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിൽ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസിൽ എന്താ എഴുതേണ്ടത്, വൈ ആക്സിസിൽ എന്താ എഴുതേണ്ടതെന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ഇത് പഠിച്ചു വെക്കുകയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഏത് തരം ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങൾ നോക്കി വെക്കുക. കാണാതെ പഠിക്കാൻ നിൽക്കേണ്ട ഒരു ആവശ്യം ഇതിനകത്ത് വരുന്നില്ല. അപ്പൊ യൂണിറ്റ് 2 നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രിക്ക് എക്കണോമിക് ഇന്റഗ്രേഷനുമായിട്ട് ബേസ് ചെയ്തിട്ടാണ്. എക്കണോമിക് ഇന്റഗ്രേഷനിൽ പല ഫോംസ് ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. എക്കണോമിക് ഇന്റഗ്രേഷന്റെ ആ ഒരു ലെവല് നമുക്ക് തുടങ്ങുന്നത്, ഏറ്റവും ലോ എക്കണോമിക് ഇന്റഗ്രേഷൻ ഉള്ളത് ഫ്രീ ട്രേഡ് ഏരിയക്കാണ്. പിന്നെ അതിനുശേഷം ഫ്രീ ട്രേഡ് ഏരിയക്ക് മുന്നേയും പഠിക്കുന്നുണ്ട്, പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ് പഠിക്കുന്നുണ്ട് പല ടെക്സ്റ്റിലും. അപ്പൊ പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ്, ഫ്രീ ട്രേഡ് ഏരിയ, അതിനുശേഷം കസ്റ്റംസ് യൂണിയൻ, കോമൺ മാർക്കറ്റ്, എക്കണോമിക് യൂണിയൻ, ഏറ്റവും ലാസ്റ്റ് പൊളിറ്റിക്കൽ യൂണിയൻ. ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഫ്രീ ട്രേഡ് ഏരിയയിൽ എന്ന് പറയുമ്പോൾ ഇന്റേണൽ ടാരിഫുകൾ ഇല്ല, ടാരിഫുകൾ ഇല്ലാത്ത അതാണ്. അതിന്റെ കൂടെ ഒരു കോമൺ എക്സ്റ്റേണൽ കാർക്ക്, അതായത് ഗ്രൂപ്പിനും പുറത്തുള്ളവർക്ക് ഒരു എക്സ്റ്റേണൽ കോമൺ ആയിട്ട് ഒരു ട്രേഡ് പോളിസിയും കൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ കസ്റ്റംസ് യൂണിയൻ എന്ന് പറയും. അപ്പൊ ഈ ട്രേഡ് ടാരിഫുകൾ റിമൂവ് ചെയ്യുകയും അതിന്റെ കൂടെ ഒരു എക്സ്റ്റേണൽ പോളിസിയും കൂടെ വരുമ്പോഴാണ് അത് എന്തായി മാറുന്നത്? കസ്റ്റംസ് യൂണിയൻ ആയിട്ട് മാറുന്നത്. ഇനി അതിന്റെ കൂടെ എക്സ്ട്രാ നമുക്ക് ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ അലോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായി മാറും? കോമൺ മാർക്കറ്റ് ആയിട്ട്. ഇനി ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരു എക്കണോമിക് പോളിസി കൊണ്ടുവരികയാണ്. എല്ലാവർക്കും ഒരു മോണിറ്ററി യൂണിറ്റ് കോമൺ ആയിട്ടുണ്ട്, യൂറോ എന്ന് പറയുന്നത് അല്ലെ, യൂറോ എക്കണോമിക് യൂണിയനകത്ത്. അങ്ങനെ ഒരു പ്രത്യേക എക്കണോമിക് പോളിസി തന്നെ, മോണിറ്ററി പോളിസി തന്നെ പ്രത്യേകം വരുമ്പോഴാണ് അത് എക്കണോമിക് യൂണിയൻ ആയിട്ട് മാറുന്നത്. പിന്നെ പൊളിറ്റിക്കലി അവർ ഇന്റഗ്രേറ്റഡ് ആവുമ്പോൾ അത് പൊളിറ്റിക്കൽ യൂണിയൻ ആയിട്ട് മാറും. അപ്പൊ ഈ ഫ്രീ ട്രേഡ് ഏരിയക്ക് ട്രേഡ് താരിഫ് മാത്രമേ ഉള്ളൂ, പക്ഷെ കസ്റ്റംസ് യൂണിയന് ഫ്രീ ട്രേഡ് ഏരിയയുടെ പ്രോപ്പർട്ടി ഉണ്ട്, കോമൺ എക്സ്റ്റേണൽ പോളിസി ഉണ്ട്. കോമൺ മാർക്കറ്റിന് ഫ്രീ ട്രേഡ് ഏരിയയുടെയും കസ്റ്റംസ് യൂണിയന്റെയും കോമൺ മാർക്കറ്റിന്റെ ഫ്രീ ഫ്ലോയും കൂടെ ചേരുമ്പോഴാണ് അത് കോമൺ മാർക്കറ്റ് ആകുന്നത്. ഇനി എക്കണോമിക് യൂണിയൻ വരുമ്പോൾ ഇന്റേണൽ താരിഫുകൾ മാറ്റി എക്സ്റ്റേണൽ ആയിട്ട് ഒരു പോളിസി വന്നു, ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ ഉണ്ട്, എക്കണോമിക് പോളിസി ഹാർമണൈസ് ചെയ്തു.
അപ്പോഴാണ് അത് എക്കണോമിക് യൂണിയൻ ആയിട്ട് മാറുന്നത്. ഇതിന്റെ കൂടെ ഇന്റഗ്രേഷനും കൂടെ വരുമ്പോൾ അത് എന്തായി മാറും? പൊളിറ്റിക്കൽ യൂണിയൻ ആയിട്ട് മാറും. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു ക്വസ്റ്റ്യനില് ഇത് ഇത്ര നമ്മൾ പഠിച്ചു വെക്കുക. ഓരോന്നിനും ഈ ഒരു ഗ്രാഫ് നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോന്നിനും എക്സ്ട്രാ ഏത് പ്രോപ്പർട്ടിയാണ് കൂടുതൽ വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് കസ്റ്റംസ് യൂണിയൻ ഈസ് എ ടൈപ്പ് ഓഫ് ട്രേഡ് ബ്ലോക്ക് വിച്ച് കമ്പോസ്ഡ് ഓഫ് എൻ ഫ്രീ ട്രേഡ് ഏരിയ വിത്ത് കോമൺ എക്സ്റ്റേണൽ താരിഫ്. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പഠിച്ച പ്രകാരം അത് ശരിയാണ് അല്ലെ? അവിടെ എന്തുണ്ട്? ഒരു കോമൺ എക്സ്റ്റേണൽ താരിഫും ഫ്രീ ട്രേഡ് ഏരിയയുടെ ഒപ്പം ഒരു കോമൺ എക്സ്റ്റേണൽ താരിഫ് കൂടെ വരുമ്പോഴാണ് കസ്റ്റംസ് യൂണിയൻ വരുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണല്ലോ? അതെ. അത് രണ്ടാമത് വരുമ്പോൾ കസ്റ്റംസ് യൂണിയൻസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ ട്രേഡ് പാക്ട്സ് വേർ ദ പാർട്ടിസിപ്പന്റ് കൺട്രീസ് സെറ്റ് അപ്പ് എ കോമൺ എക്സ്റ്റേണൽ ട്രേഡ് പോളിസി. എങ്ങനെയാണ് വരുന്നത്? ഒരു കോമൺ എക്സ്റ്റേണൽ ട്രേഡ് പോളിസി സെറ്റപ്പ് ചെയ്യുമ്പോഴാണ് അത് കസ്റ്റംസ് യൂണിയൻ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. So the first statement, the two statements are correct. അപ്പോൾ both 1 and 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു ഗ്രാഫ് മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് എക്കണോമിക് ഇന്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് പഠിക്കാൻ പറ്റും. ഇതിന്റെ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ അറിയാൻ പറ്റും. ഏറ്റവും കുറവ് ഇന്റഗ്രേഷൻ ആർക്കാണ്, ഏറ്റവും കൂടുതൽ ഇന്റഗ്രേറ്റഡ് ആർക്കാണ്. ആ ഒരു ഓർഡർ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് പഠിക്കാൻ പറ്റും. അത് ഈസി ആയിട്ടുള്ള ഒരു ട്രിക്ക് ആൻഡ് ടിപ്പാണിത്. ഇത് പഠിച്ചു വെക്കുക. ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ യൂണിറ്റ് 4 ഒരു പ്രോബ്ലം ആണ് അല്ലെ? അപ്പൊ നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മുടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ മീന്, മീഡിയൻ, മോഡ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് മീഡിയനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ ഈസി ആണെങ്കിൽ കൂടെ നമ്മൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ തരത്തിൽ അവര് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും മീഡിയന്റെ ഫോർമുലയൊക്കെ അറിയാം അല്ലെ? മീഡിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്പർ ഓഫ് ഐറ്റംസ്, അതായത് n നോക്കുക. നമ്പർ ഓഫ് ഐറ്റംസ് n നോക്കുക. n എന്നുള്ളത് ഓഡ് ആണെങ്കിൽ, ഓഡ് നമ്പർ ഓഫ് ഐറ്റംസ് ആണ് ഉള്ളെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? n+1/2th ഐറ്റം. ഇനി n ഈവൻ ആണെന്നുണ്ടെങ്കിൽ n/2th ഐറ്റം പ്ലസ് n/2 പ്ലസ് 1th ഐറ്റം. അത് രണ്ടും കൂടെ n/2th ഐറ്റം എത്രയാണെന്ന് നോക്കുക, n/2 പ്ലസ് 1th ഐറ്റം നോക്കുക, രണ്ടും കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ മീഡിയൻ കാണുന്നത്. ഇത് ഇൻ ദ കേസ് ഓഫ് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഡിസ്ക്രീറ്റ് സീരീസിലോട്ട് വരുമ്പോൾ നമ്മൾ CF ആണ് എടുക്കുന്നത്. അപ്പൊ കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കുന്നത്? ഈ ഒരു ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം n/2th കണ്ടുപിടിച്ച് ആ മീഡിയൻ ക്ലാസ് വരുന്ന ആ ഒരു ക്ലാസ് എടുക്കുകയാണ്. എന്നിട്ട് അതിന് ലോവർ ലിമിറ്റ് n/2 മൈനസ് നമ്മൾ ആ എടുക്കുന്ന CFന്റെ എന്താണ്, CFന്റെ തൊട്ട് മുകളിലുള്ള വാല്യൂ ആണ് m ആയിട്ട് വരുന്നത്, ബൈ അതിന്റെ ഫ്രീക്വൻസി ഇൻറ്റു ക്ലാസ് ഇന്റർവെലിന്റെ വിഡ്ത്ത്. ഈ ഒരു രീതിയിലാണ് കണ്ടിന്യൂസ് സീരീസിൽ ചെയ്യുന്നത് അല്ലെ? അപ്പം ഇത് ഇൻഡിവിജ്വൽ സീരീസ് നമ്മൾ എടുക്കുന്ന ഫോർമുലയാണ്. ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കാനുള്ള? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് നമ്മുടെ n ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മീഡിയം കണ്ടുപിടിക്കും. ഈവൻ ഇൻഡിവിജ്വൽ സീരീസ് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? നമ്മുടെ ആ ഒരു സെറ്റ് ഓഫ് വാല്യൂസിനെ നമ്മൾ അറേഞ്ച് ചെയ്യും. അറേഞ്ചിങ് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. കൂടുതലും നമ്മൾ അറേഞ്ച് ചെയ്യുന്ന അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ്. ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റിലോട്ട് പോവാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻ ദ ബാച്ച് ഓഫ് 15 സ്റ്റുഡൻസ് 5 ഹാവ് ഫെയിൽഡ്. 15 കുട്ടികളിൽ 5 പേര് തോറ്റുപോയി. അപ്പൊ ബാക്കിയുള്ള ജയിച്ച കുട്ടികൾ, സക്സസ്ഫുൾ കാൻഡിഡേറ്റ്, ജയിച്ച കുട്ടികളുടെ മാർക്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബാക്കിയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള 10 കുട്ടികളുടെ മാർക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 15 പേരുണ്ടായിരുന്നു, 5 പേര് ഫെയിലായി, ബാക്കി 10 കുട്ടികളുടെ മാർക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ മീഡിയൻ കാണുക. അപ്പം നോർമലി പെട്ടെന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യും. അറേഞ്ച് ചെയ്തിട്ട് ഇതിന്റെ n+1/2th ഐറ്റം എടുത്ത് അങ്ങ് ചെയ്യും. ആക്ച്വലി അങ്ങനെ അല്ല ഈ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്. 15 കുട്ടികൾ 5 പേര് ഫെയിലായി. അപ്പൊ ഫെയിലായ കുട്ടികൾ എന്ന് പറയുമ്പോൾ എന്തായാലും ഇതിൽ കുറവായിരിക്കും മാർക്ക് എന്ന് പറയുന്നത് അല്ലെ? ഇതിൽ ഏറ്റവും കുറവ് മാർക്ക് വരുന്നത് 35 ആണ്. ആ 35ൽ കുറവുള്ളവരായിരിക്കും ഈ പറയുന്ന 5 കുട്ടികൾ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിന് F എന്നോ 0 എന്നോ ഒക്കെ എടുക്കാം. അപ്പൊ ആദ്യത്തെ 5 കുട്ടികളുടെ മാർക്ക് നമുക്കിപ്പോ 0 എന്ന് എടുക്കാം. അപ്പൊ അവരുടെ വാല്യൂ എന്ന് പറയുന്നത് 5 കുട്ടികൾ ഫെയിലാണ്. 1, 2, 3, 4, 5 കുട്ടികൾ ഫെയിൽ. ബാക്കി നമ്മൾ അറേഞ്ച് ചെയ്യണം. ബാക്കി നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ അടുത്ത 6ാമത്തെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 35.
അല്ലെ? 35 കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ നെക്സ്റ്റ് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ 39 വരും അല്ലെ? പിന്നെ വരുമ്പോൾ 43 വരും അല്ലെ? നെക്സ്റ്റ് വരുന്നത് എത്ര? 43 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 48 ഉണ്ട് അല്ലെ? 48 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് എത്രയാണ്? 57 വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അപ്പൊ നേരത്തെ നമ്മളെ പറഞ്ഞു നമ്മുടെ ഫോർമുല എന്താണ്? n+1/2th ഐറ്റം. ഇവിടത്തെ n എന്താ? ഓഡ് തന്നെയാണ്. 15 അല്ലേ വാല്യൂ? 15 ആണ് നമ്പർ ഓഫ് ഐറ്റംസ്. അപ്പൊ അത് ഓഡ് ആയതുകൊണ്ട് n+1/2th ഐറ്റം. 15 + 1/2th ഐറ്റം. 15 + 1 എത്രയാണ്? 16. അപ്പൊ നമ്മൾ 16/2th ഐറ്റം എത്രയാണെന്ന് നമ്മൾ എന്ത് ചെയ്യും? നോക്കും. 16/2th ഐറ്റം എന്ന് പറയുമ്പോൾ എത്രയാണ്? നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ ഇതില് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതിയതിൽ 8ാമത്തെ വാല്യൂ ആണ് ഇവിടുത്തെ മീഡിയം. 8th ഐറ്റം ആണ്. ഇത് തന്നെ 5 പേരുണ്ട് അല്ലെ? 1, 2, 3, 4, 5 പേര് തോറ്റു. ബാക്കി 6, 7, 8. 8ാമത്തെ വാല്യൂ എത്രയാണ്? 43. അപ്പൊ 8ാമത്തെ വാല്യൂ ഏതാണ്? 40. അപ്പൊ 43 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇത് ഈസി ആയിട്ട് ചെയ്യാമെങ്കിലും നമ്മൾ ഈ 5 കുട്ടികളുടെ 0 മാർക്ക് കൊടുക്കാതെ നമ്മുടെ മീഡിയൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഷുവർ ആയിട്ട് ഇത് തെറ്റിപ്പോവും. അത് തെറ്റാതിരിക്കാനുള്ളൊരു ടിപ്പാണ് ബാക്കി 5 കുട്ടികളെ അസ്യൂം ചെയ്ത് 0 ഇട്ടിട്ട് ബാക്കി ചെയ്യാം. ഓക്കെ, അതുപോലെ ഫോർമുലാസും പഠിക്കാം. മീനിന്റെ, മീഡിയന്റെ, മോഡിന്റെ. ദീസ് ആർ ദ ടിപ്സ് ആൻഡ് ട്രിപ്സ് ഫോർ യു. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഈ പറഞ്ഞ 3 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ സമയം വെറുതെ പോകത്തില്ല. അപ്പം ഓൾ ദ ബെസ്റ്റ്. ടോസ് അക്കാഡമിയുടെ വക ആസ്പിരൻസിന് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഓരോ പോസിബിൾ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻസ് കണ്ട് നിങ്ങൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് അബ്സോർബ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ അതിൽ നിന്ന് പഠിക്കുക, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പഠിക്കുക. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഓരോ ദിവസവും നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുന്നിലുള്ള ഓരോ ദിവസവും നിങ്ങൾ പ്രൊഡക്റ്റീവ് ആക്കുക. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഡു സംതിങ് ടുഡേ ദാറ്റ് യു വിൽ ഫ്യൂച്ചർ സെൽഫ് വിൽ താങ്ക് യു. നമ്മൾ ഇന്ന് ചെയ്യുന്ന നമ്മൾ ഇന്ന് വാല്യുബിൾ ആയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യുന്ന ഓരോ കാര്യവും നമ്മുടെ ഭാവിയിൽ നമ്മൾ തന്നെ അതിനോട് കൃതജ്ഞതയോടെ ആയിരിക്കും പിന്നീട് നമ്മൾ അത് ഓർക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ വളരെ വളരെ നല്ല പ്രൊഡക്റ്റീവ് ആക്കുക. നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും ഉള്ള ടൈമുണ്ട്. അത് മാറ്റി വെച്ചിട്ടുള്ള ബാക്കിയുള്ള ടൈം നിങ്ങൾ നാളേക്ക് വേണ്ടി ചിന്തിക്കുക. താങ്ക് യു. വൺസ് അഗെയിൻ ഓൾ ദ ബെസ്റ്റ്.